എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് നിറയില്ല, എൻ്റെ പല്ല് കൊള്ളില്ല, എനിക്ക് മുടിയില്ല, എൻ്റെ കണ്ണ് കൊള്ളില്ല. ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് ഞാൻ വീർപ്പ് മുട്ടിക്കഴിയാണ്. ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് ഭംഗിയില്ല എന്ന്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ എവിടെയാണ് കണ്ടത്? മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ നോക്കി കാണുമ്പോഴാണോ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് തോന്നുന്നത്? സൗന്ദര്യം കണ്ണുകളിൽ മാത്രമല്ല, ഹൃദയത്തിലും കൂടിയാണ്. കണ്ണുകൾ കൊണ്ട് കാണുന്ന സൗന്ദര്യങ്ങളെല്ലാം സൗന്ദര്യമുള്ളതല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറില്ലേ? മറ്റൊരാളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ സൗന്ദര്യം ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ചില മനുഷ്യന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മുഖത്ത് നോക്കി വിളിച്ചു പറയാറുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകളാണെങ്കിൽ നമുക്കത് തിരുത്താനൊരു സഹായകരമായിരിക്കും. പക്ഷെ പറയുന്ന ആൾ അത് നമ്മൾ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയായിരിക്കില്ല പറയുന്നത്. നമ്മൾ വിഷമിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ, അതിലൊരു സുഖം കണ്ടെത്താനായിരിക്കും ചിലരെങ്കിലും അങ്ങനെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, നമ്മുടെ തെറ്റ് അത് തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നന്മയില്ല എങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ ബാധ്യതയാണ്, ബാധ്യസ്ഥരാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബാഹ്യമായ സൗന്ദര്യത്തെക്കുറിച്ചാണ് അവർ നമ്മുടെ ശരീരം കണ്ടിട്ടാണ്, നമ്മുടെ നിറം കണ്ടിട്ടാണ് നമ്മളെ അവഹേളിക്കുന്നതെങ്കിൽ, ആ തരത്തിൽ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരോട് റിയാക്ട് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ ശരീരം എന്താണോ, നമ്മുടെ അവസ്ഥ എന്താണോ, നമ്മുടെ നിറം എങ്ങനെയാണോ, നമ്മുടെ മുടി എങ്ങനെയാണോ, നമ്മൾ എങ്ങനെയാണോ കാണാൻ, അതിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഏത് രൂപത്തിലാണോ ഉള്ളത്, ആ രൂപത്തിനെ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സൗന്ദര്യത്തിനെയല്ല ആരും സ്നേഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെയാണ്. സൗന്ദര്യം കണ്ടു വരുന്നവരെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കുകയും അരുത്. ഏതെങ്കിലും ഒരു സാഹചര്യം ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ വരുന്നതെങ്കിൽ ആ സാഹചര്യം നഷ്ടമാകുമ്പോൾ, അതായത് നിങ്ങളുടെ മുടി കൊള്ളാം, ശരീരം കൊള്ളാം, നിങ്ങളുടെ നിറം കൊള്ളാം, കണ്ണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ അങ്ങിട്ടേച്ച് പോയി കളയും. നേരെ മറിച്ച് നിങ്ങൾ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ താല്പര്യങ്ങൾ എങ്ങനെയാണോ, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഒരാൾ വരുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്കായാലും നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്കായാലും നിങ്ങളോട് സംസാരിക്കാനായാലും അവരെല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം നിറമുണ്ടെന്നോ, നിങ്ങൾക്ക് എത്രത്തോളം മുടിയുണ്ടെന്നോ, നിങ്ങൾക്ക് എത്രത്തോളം സൗന്ദര്യമുണ്ടോ എന്നോ ചോദിക്കാതെ, അങ്ങനെ അറിഞ്ഞു വരാതെ നിങ്ങളുടെ ഹൃദയത്തിന് എത്രത്തോളം സ്നേഹിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി വരുന്നവരാണ് ഒരു നല്ല വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾ കറുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങളുടെ വലയമുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാൻ, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യവതി. നിങ്ങളാണ് ഒരു യഥാർത്ഥ സൗന്ദര്യമുള്ള വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ, സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് ഏറ്റവും സൗന്ദര്യവാൻ. ഒരാൾ നിങ്ങളോട് സങ്കടം പറയുമ്പോൾ ആ സങ്കടങ്ങൾ കേൾക്കാൻ നിങ്ങൾ ചെവി കൂർപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ സങ്കടങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാവാനും ഏറ്റവും നന്നായി സംസാരിക്കാൻ സാധിക്കുന്നുവെങ്കിലും നിങ്ങൾ ഏറ്റവും സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ്. ഒരു യാചകനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അംഗവൈകല്യം സംഭവിച്ച വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഒരു സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ആരോരുമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സഹായിക്കണമെന്ന ഒരു തോന്നൽ പോലും ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയമുള്ള, സൗന്ദര്യം നിറഞ്ഞ ഒരു മനുഷ്യനാണ്. മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കാനും അവരെ സഹായിക്കണമെന്നും ഒരു ചിന്ത പോലും നിങ്ങളുടെ ഹൃദയത്തിലോ മനസ്സിലോ ഉണ്ടെങ്കിൽ, അവരുടെ വേദനകളിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ, നിങ്ങളോളം സൗന്ദര്യം മറ്റാർക്കാണ് ഈ ലോകത്തുള്ളത്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അത്രയും പവിത്രമായ നിറവും ഭംഗിയും സൗന്ദര്യവും സ്നേഹവും ഇവിടെ മറ്റാർക്കുമില്ല.